ഇതൊരു ടിപ്പു സുൽത്താന്റെ ഗുഹ പോലെയല്ലോ പോകുന്ന വഴിയില്ലല്ലോ. അവിടെ വെള്ളം കിട്ടൂല. നേതൃത്വം കൊടുത്തത് വാപ്പയാണ്. ഗ്രേറ്റ് ജോബാണ് ചെയ്തത്. കൈക്കോട്ടും വിക്കാസും മാത്രം ഉപയോഗിച്ചിട്ട് ചെത്തി എടുത്ത് ആദ്യം കിണർ വെച്ചു, പിന്നെ അങ്ങനെ കിണർക്കൊരു വയ്യാട്ടുണ്ടാക്കി. ഇത് തേനും പാലും എന്നെല്ലാം പറഞ്ഞ പോലെ ഈ നാടിന് കിട്ടുന്ന നിധിയാണ്. അതിന്റെ പിന്നിൽ എഫേർട്ട് ചെയ്ത നമ്മുടെ ബിരിയാണിക്കാർക്കും അവരെ കൂടെ പ്രവർത്തിച്ച ആളുകൾക്കും എല്ലാം ബിഗ് സല്യൂട്ട്. തൂവക്കാട് അത്ഭുത കിണർ തേടിയുള്ള യാത്രയാണ്. അങ്ങനെ ഒരു പാറപ്പുറത്ത് വിരിഞ്ഞ ഒരു കിണറാണ്. വിരിഞ്ഞല്ല, വിരിയിപ്പിച്ച്. ഇതൊരു ടിപ്പു സുൽത്താന്റെ ഗുഹ പോലെയല്ലോ പോകുന്ന വഴിയില്ലല്ലോ. ഇതാണ് അത്ഭുത കിണർ. Too high. Beautiful view. പ്രകൃതി കാണുന്നത് ഇതാണ്. നാളെ പരിശുദ്ധമായ വെള്ളം. എത്ര ആയുണ്ട് ഇത്? പടകള് കുറച്ചുണ്ട്. 2, 4, 6, 8, 10, 12, 16, 18, 20, 22, 24, 25 പട ഉണ്ട് അല്ലേ? അറൗണ്ട് 25 സ്റ്റെപ്സ് ഉണ്ട് അതിന്. ഇത് പാറ തുരന്നിട്ടാണ് അല്ലേ? പാറ അടിക്കൊക്കെ പറയണം. ഞാൻ ചാടി കയറട്ടെ? കയറാൻ പറ്റില്ല, സ്റ്റെപ്പ്. ഞാനിറങ്ങും, പ്രശ്നമില്ല. അല്ല കുഞ്ഞുവിന്റെ ശരിയായ പേരെന്താ പറയുന്നത്? നഫ്സീർ അലി അല്ലേ? നഫ്സീർ അലിയാണ് കുഞ്ഞുവിന്റെ ഫാദർ. ഇത് നമുക്കിത് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിലും കാണാൻ നല്ല രസമായിട്ടെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലേ? അതായത് ഈ സ്ഥലത്ത് പിന്നെ എന്തിനു പാറപ്പുറം അല്ലേ? കാവങ്ങത്തൊടി തൂവക്കാട് മല എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയ ആളുകൾക്ക് കുടിനീര് അല്ലേ, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. അതായത് നിങ്ങളുടെ വാപ്പ എന്ന് പറയുമ്പോൾ എന്താ പേര്? ബീരാൻ കാക്ക അല്ലേ? ബീരാൻ കാക്ക വെച്ച കിണറാണ്. മുപ്പര നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ മകനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു പിന്നെ കഷ്ടപ്പാടുകളും ഈ എഫേർട്ടും അല്ലോ, എന്താണ് പറയാനുള്ളത്? കഷ്ടപ്പാട് പറഞ്ഞാല് നമ്മള് താമസിക്കുന്നതിന്റെ അടിയിലാണ് കുറച്ച്. അപ്പൊ അവിടെ വെള്ളം കിട്ടൂല. അടിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നടന്നു വരുമ്പോൾ അത് മേലെയാണ്. അപ്പൊ ഇതിന്റെ അടിയിലാണ് താമസം എന്ന് പറഞ്ഞാൽ വലിയ ഉയരത്തിലാണുള്ളത്. അതിന്റെ മേലെയാണ് ഇങ്ങനെ ഒരു കിണർ. അപ്പോ അപ്പുറത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു കിണർ കുഴിച്ച്. അപ്പൊ അതിലൊന്നും വെള്ളം കണ്ടില്ല. പിന്നെ മേലോട്ടേക്ക് വന്നു. പിന്നെ ലാസ്റ്റ് വാപ്പന്റെ ഒരു പരീക്ഷണം ഒന്ന് നോക്കിയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ മേലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കിട്ടുന്നുള്ള എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഓക്കെ, ഒരു പ്രതീക്ഷയില്ലാണ്ട്. അപ്പൊ ബാപ്പയും പിന്നെ ആരൊക്കെ? അമ്മയ്യാക്ക എന്ന് പറയുമ്പോ ബാപ്പന്റെ പെങ്ങളെ പുതിയാപ്പള. ബാപ്പയും അമ്മയ്യാക്കയും പിന്നെ വേറെ ആരുണ്ടായിരുന്നത്? വേറെ മുത്താപ്പാരൊക്കെ ചേർന്നിട്ട് അതിന്റെ ഏറ്റവും വലിയ പിന്നെ നേതൃത്വം കൊടുത്തത് വാപ്പയാണ്. അപ്പൊ ഒരു വലിയ ഗ്രേറ്റ് ജോബാണ് ചെയ്തത്. ഒരു തലമുറകൾക്ക് ഒരുപാട് തലമുറ വികാസമുണ്ട്. കൈക്കോട്ടും വിക്കാസും മാത്രം ഉപയോഗിച്ചിട്ട് ചെത്തി എടുത്ത് എത്ര ഉയരുന്നാന്ന് പറഞ്ഞല്ലേ? അങ്ങനെ വന്ന് ഇത്ര ഹൈറ്റില് ഇത് വഴിയാക്കിയതാണ്. ഇവിടെ വഴിയാക്കിയത് അതായത് അപ്പോ കുഴിച്ചത് മേലെന്നല്ലേ? അപ്പൊ അതിനുശേഷം ഈ വഴി ആദ്യം കിണർ ആദ്യം കുഴിച്ചു. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഗുഹ പോലെയാക്കി ഇങ്ങനെ ഇത് വഴി ഉണ്ടാക്കി. അപ്പൊ മേലെ നിന്ന് കുഴിച്ച് വന്നതാണ്. ഈ ഒരു എന്താ ശാസ്ത്രീയപരമായിട്ടും നമ്മൾ ഒരു എന്താ പറയുക, അതിന്റെ ടെക്നിക്കൽ പരമായി നോക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർക്കും കൂടി ചിന്തിക്കാൻ പറ്റാത്ത അല്ലേ, ലേറ്റസ്റ്റ് ലോകത്തിലെ ഒരു എഞ്ചിനീയർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത, പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വെള്ളം വലിച്ചാ നോക്കട്ടെ. വെള്ളത്തിന്റെ രുചിയൊക്കെ ഒന്ന് നോക്കി. ഓക്കെ, നസീഫ് വലിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന് പിടിച്ചാ നല്ല എടുത്തോട്ടെ, നോക്കട്ടെ. വെള്ളം കുടിക്കുന്നവരെ നാട്ടിൽ കിട്ടുമോ നോക്കി. ഇങ്ങനത്തെ രുചിയുള്ള വലിച്ചെടുത്ത വെള്ളമാണ് നസീഫോട് ചേർന്നിട്ട്. ഇത് കുടിക്കാൻ തോന്നില്ല, അത്ര മനോഹരം. ആസ്വാദ്യം. പ്രത്യേകത ഉണ്ട്, എന്തോ ഒരു ചെറിയൊരു മധുരം പോലെ അല്ലേ? എന്തോ ചെറിയൊരു മധുരം പോലെ ഉണ്ട്. ഇതിനെ ഒരു പിന്നെ എക്സ്ട്രാ ചേർത്തിട്ട് പറയുന്നല്ല, ഒരു ഫീലിംഗ് എല്ലാവരും പറയുന്നുണ്ട്. ചെറിയൊരു മധുരം ഉണ്ട്.
വെള്ളം പ്രത്യേക ടേസ്റ്റാ പാറകെട്ടിലിങ്ങനെ. ഇത് തേനും പാലും എന്നെല്ലാം പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയുള്ള ഒരു നിധിയാണ് ഇത്. അങ്ങനെ കിട്ടിയ സാധനമല്ലേ അല്ലേ അല്ലേ? ഒരു നിധിയാണ്, ഈ നാടിന് കിട്ടുന്ന നിധിയാണ്. അതിന്റെ പിന്നിൽ എഫേർട്ട് ചെയ്ത നമ്മുടെ ബീരാൻ കാക്ക അല്ലേ, ബീരാൻ കാക്കും അവരെ കൂടെ പ്രവർത്തിച്ച ആളുകൾക്കും എല്ലാം ബിഗ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ കുഞ്ഞു. കിഞ്ഞു ടേൺ ദിയർ, കുഞ്ഞുവിൻ്റെ അവിടെ മകനാണ് ബീരാൻകാട്. റൈറ്റ്, ഈ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ പലരും അറിഞ്ഞിട്ടുണ്ടാകും. അറിയാത്തവർക്കായിട്ടുള്ള ഒരു ഷെയറിംഗ് ആണ് നമ്മളിത്. എന്ത് തന്നെയാണോ നമ്മുടെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിലിങ്ങനെ വെള്ളം പോവാണ്, പക്കലൂടെ ഇങ്ങനെ വീട്ടിൽ വെള്ളം പോവാണ്. ഇതാണ് കുരുടമാമ്പ്. എന്താ പറയാ എന്താ പറയാ എന്താ പറയാ കണ്ണിലാക്കുരുതി. നമ്മുടെ നാട്ടിൽ കുരുടമാമ്പ്, കണ്ണിലാപ്പാമ്പ്, കുരുടമാമ്പ്. ഇങ്ങോട്ട് നോക്കും. അപ്പൊ നമ്മള് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഒരു മകുടോദാഹരണമാണിത്. അപ്പോൾ കീപ് ഓൺ ട്രൈങ്, യു വിൽ ബി ദ വിന്നർ. വിജയിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ജനിച്ചത് 1900? അപ്പോൾ നിങ്ങൾ ജനിച്ച കൊല്ലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊരു ജനിച്ച കൊല്ലം, ആ ഒരു ആ കൊല്ലത്തിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഈ നാട്ടുകാർ സന്തോഷിച്ച ഒരു വർഷം. അപ്പോൾ കുഞ്ഞുവിൻ്റെ ജന്മവും അല്ലേ? അപ്പോൾ രണ്ട് സന്തോഷമാണ് കുടുംബത്തിനും നാട്ടിനും കിട്ടിയത് അല്ലേ? ഓൾ റൈറ്റ്. പറ്റ ഇതിൽ തീരൂല വെള്ളം. ഇവിടെ വെള്ളം പറ്റിയാലും ഇവിടെ വെള്ളം പറ്റൂല. കുറച്ചെങ്കിലും വെള്ളം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ വെള്ളം ഉണ്ടാവും. എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് ആ പ്രവൃത്തി അല്ലേ? അതിൻ്റെ റിസൾട്ടും കിട്ടി. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാണ് കാണുന്നത്? അല്ല, അത് വേറെ ആളുതാണ്. ഇത് ഇങ്ങോട്ട് കിണറുള്ള ഭാഗം മുതൽ ഇങ്ങോട്ട്. അപ്പം മേലെ ഭാഗം നിങ്ങളുടെ അതാണ് മലപ്പുറം അല്ലേ? കാണുന്നതാണ് സ്ഥലമാണ്. ഓക്കെ ഓക്കെ, മലപ്പുറം മേലെ ഉണ്ട്. നാടിന് അഭിമാനമായി മാറിയ ഈ കാര്യത്തിൽ എന്തെങ്കിലും അപ്രിസിയേഷൻ പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും അംഗീകാരങ്ങളും ഒന്നുമില്ല? ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഏതാ വരുന്നത്? വാഴക്കാട് പഞ്ചായത്തിന്റെ അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു ഗ്രേറ്റ് എഫേർട്ടിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ സംഘടിപ്പിക്കണം. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. യു ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, എന്താ പറഞ്ഞു കുഞ്ഞു? അങ്ങനെയുണ്ട്. അപ്പോൾ അതങ്ങനെ വരുന്ന ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. മലകളും കുന്നുകളും, അതാണ് ഈ മലപ്പുറം. നമ്മൾ ഈ ഒരു ഇറക്കത്തിലേക്ക് ഇതിലൂടെ കയറി വന്ന സ്ഥലമാണ്. ഇറങ്ങുമ്പോൾ അത്ര പ്രശ്നമില്ല, ഒരു സ്ലിപ്പാകുന്നത് നോക്കിയാൽ മതി. ഓ റൈറ്റ്. സ്ലിപ്പാകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നോക്കേണ്ടത് മഴക്കാലത്ത്. ഈ പൈപ്പ് ഇതാ വരുന്നില്ല. ഇവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക് പണ്ടൊക്കെ ഇവിടെ കുറേ പേര് താമസം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. സൗകര്യപ്രദമായ വഴികളില്ലാത്തതുകൊണ്ട് കുറേ പേര് ഇവിടെ വീട് ഉപേക്ഷിക്കുകയാണ്. മുമ്പ് ഒരുപാട് വീട്ടുകാർ ഉപയോഗിച്ച കിണറാണ് അവരാശ്രയിച്ചത്. മോട്ടറൊന്നും ഇല്ലാതെയാണ് ഈ ടാങ്കിലേക്ക് സാധനം വെള്ളം വന്നിട്ടുള്ളത് അല്ലേ? അതിൻ്റെ ഫോഴ്സാണ് അല്ലേ? ഓക്കെ, അപ്പോൾ മോട്ടറൊന്നും ഇല്ലാത്ത ടെക്നോളജിയാണ്. ഡയറക്റ്റ്ലി ഒന്നും വേണ്ട. ഓക്കെ, ഇതാണ് ആധുനിക ടെക്നോളജി. ഫറൂഖിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു സ്പെഷ്യൽ ട്രെയിൻ വരുന്നുണ്ട്. വെയിറ്റ് ഫോർ അനദർ ട്രാവൽ സ്പെഷ്യൽ എക്സ്പീരിയൻസ് വ്ലോഗ് കമ്മിങ് സൂൺ. വലത് കാല് വെച്ച് ഐശ്വര്യമായി തുടങ്ങും. പെട്രോൾ ജീവൻ രക്ഷാ കവചങ്ങളാണ്. മൈക്ക് മാത്രം വെള്ളത്തിലായില്ല. സുഖയാത്ര, ശുഭയാത്ര. വെയിറ്റ് ഫോർ എ ബ്യൂട്ടിഫുൾ ചാലിയർ റിവർ ട്രാവൽ എക്സ്പീരിയൻസ് കമ്മിങ് സൂൺ. Thanks for watching and please subscribe.